ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കിനെക്സ്. ഇറ്റ്സ് മീ വടക്കൻ. എടാ, നമ്മൾ ഇന്ന് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ മോഡൽ എക്സാമുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഒന്ന് പെട്ടെന്ന് ഡിസ്കസ് ചെയ്ത് പോകാൻ പോവാണ്. യെസ്, കമ്മിങ് ടു ദ ക്വസ്റ്റ്യൻ. ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഈ ചിത്രത്തിൽ നമ്മൾ ഈ ഒരു ശരിക്കും പറഞ്ഞിട്ടുള്ളത് സെമി സർക്കിൾ ആണ് തന്നതെങ്കിൽ ഇവിടെ ശരിക്കും നമ്മൾ ഇങ്ങോട്ട് സർക്കിൾ ഒന്ന് ഫുള്ളായിട്ട് കൺസിഡർ ചെയ്താൽ നന്നാവും. ഓക്കെ, ഫുള്ളായിട്ട് കൺസിഡർ ചെയ്യാനാണ് പറഞ്ഞത്, ജസ്റ്റ് കൺസിഡർ ചെയ്യാൻ മാത്രമേ പറഞ്ഞുള്ളൂ കേട്ടോ. യെസ്, എന്തെങ്കിലും ആവട്ടെ, ഇവിടെ ക്വസ്റ്റ്യൻ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ബി സി എന്ന് പറയുന്നത് ഡയാമീറ്റർ ആണ്, വ്യാസമാണ്. അങ്ങനെയാണെങ്കിൽ ബി എ സി എന്ന് പറയുന്ന ഈ ആംഗിൾ എത്രയാണെന്നാണ് ചോദിച്ചത്. എടാ, ഒരു ഡയാമീറ്ററിന്റെ ബി സി എന്ന് പറയുന്ന ഡയാമീറ്ററിന്റെ രണ്ടറ്റത്ത് നിന്നും സർക്കിളിലേക്ക് ഉണ്ടാകുന്ന ആംഗിൾ എപ്പോഴും എത്ര ഡിഗ്രി ആയിരിക്കടാ? 90 ഡിഗ്രി ആയിരിക്കും. സോ ദ ആൻസർ ഈസ് 90 ഡിഗ്രി. സെറ്റ് അല്ലേ? അടുത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ പറയുന്ന സാധനത്തിന്റെ റേഡിയസ് എത്രയാ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ കുട്ടികളോട് ചോദിക്കട്ടെ, എ സി എന്ന് പറയുന്നത് കോഡല്ലേ, ഒരു കോഡല്ലേ? ആ കോഡിന്റെ രണ്ടറ്റത്ത് സർക്കിളിലേക്ക് ഉണ്ടാക്കിയ ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രി അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നു, നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്നത് കോഡിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദ കോഡ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ സർക്കിളിലേക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ, അതായത് x/2 സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും. ദാറ്റ് ഈസ് 40 ഡിഗ്രി. x/2 എന്ന് പറയുന്നത് 40 ഡിഗ്രി ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? നമ്മൾ റേഡിയസ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? കോഡിന്റെ ലെങ്ത് നമുക്കറിയാം, അതുപോലെ തന്നെ സെൻട്രൽ ആംഗിളിന്റെ പകുതി നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളൊന്ന് പറഞ്ഞു തന്നെ, റേഡിയസ് ഈക്വൽ ടു എന്താടാ? CH ഡിവൈഡഡ് ബൈ 2 sin x/2 എന്ന് പറഞ്ഞ ഇക്വേഷൻ നമുക്കറിയില്ലേ? ആരാടാ കോഡ് എന്ന് പറയുന്നത്? ആരാണ് ഇവിടെ കോഡ് എന്ന് പറയുന്നത്? കോഡ് എന്ന് പറഞ്ഞാൽ 5 ആണ്, ഡിവൈഡഡ് ബൈ 2 into sin 40. എടാ, sin 40യുടെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. r ഈസ് ഈക്വൽ ടു sin 40യുടെ വാല്യൂ എന്താണ്? 0.64 ആണ്. സോ 5 ഡിവൈഡഡ് ബൈ 2 into 0.64 എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എനിക്ക് എന്ത് ആൻസർ കിട്ടും? പെട്ടെന്ന് പറഞ്ഞേ. r ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 0.64 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1.28 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു റേഡിയസ് ഈസ് ഈക്വൽ ടു 3.9 എന്ന് നമുക്ക് ആൻസർ കിട്ടും, സെന്റിമീറ്റർ. കുഴപ്പമുണ്ടോ? റേഡിയസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. റേഡിയസ് 3.9 സെന്റിമീറ്റർ ആണ്. എത്രയാണ്? 3.9 സെന്റിമീറ്റർ ആണ്. അടുത്തത് ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിക്കണം. എൻ്റെ മക്കളെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെയുള്ള ഇത് ഡയാമീറ്റർ അല്ലേ? റേഡിയസ് 3.9 ആണെങ്കിൽ ഫുള്ളായിട്ട് എത്ര ഉണ്ടാവും? 3.9ന്റെ ഡബിൾ, അതായത് 7.8 ഉണ്ടാവും. ഇത് 7.8. അപ്പൊ ഈ എ ബി എന്ന് പറയുന്നത് ആരാ? ഈ എ ബി എന്ന് പറയുന്നത് ഒരു കോഡല്ലേ? ഈ കോഡിന്റെ രണ്ടത്തും ഇവിടേക്ക് ഉണ്ടാക്കുന്ന സിയിലേക്ക് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? എൻ്റെ മക്കളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ട് പറഞ്ഞു തന്നെ. ഇറ്റ് ഈസ് 50 ഡിഗ്രി. അത് 50 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ, ഒരു ട്രയാങ്കിളിലെ എല്ലാ ആംഗിളോട് കൂട്ടിയ 180 ആയിരിക്കില്ലേ? സോ ബേസിക്കലി കോഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, CH ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. x/2 എന്ന് പറയുന്നത് സെൻട്രൽ ആംഗിളിലെ പകുതി എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളൊന്ന് പറഞ്ഞു തന്നെ, റേഡിയസ് എനിക്കറിയാം, റേഡിയസ് നമ്മൾ കണ്ടുപിടിച്ചാണ് 3.9 സെന്റിമീറ്റർ ആണ്. ഏതാണ് CH കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? കോഡിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. 2r sin x/2. 2r sin x/2. സോ CH ഈസ് ഈക്വൽ ടു എന്താടാ? 2 into 3.9 into sin 50 എന്നുള്ള നമ്പർ. sin 50 എന്നുള്ളത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. sin 50യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? 2 into 7.9 എന്ന് പറയുമ്പോൾ 3.9 എന്ന് പറയുമ്പോൾ 7.8 എന്ന് കിട്ടി. ഇൻറ്റു sin 50 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.76 ആണ്. 0.76 into 7.8 എന്ന് പറയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി 5.9 എന്ന ആൻസർ കിട്ടി. 3 സെന്റിമീറ്റർ വരും. എത്ര സെന്റിമീറ്റർ വരും? 5.9 സെന്റിമീറ്റർ വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, എ ബി എന്ന് പറയുന്നത് 5.9 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളെ പെരിമീറ്റർ എങ്ങനെയാടാ കണ്ടുപിടിക്കുക? പെരിമീറ്റർ കണ്ടുപിടിക്കാൻ നിങ്ങൾ എല്ലാ സൈഡും കൂടി ആഡ് ചെയ്താൽ പോരെ? ദാറ്റ് ഈസ് 5.9 പ്ലസ് 7.8 പ്ലസ് 5 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെരിമീറ്റർ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 18.7 സെന്റിമീറ്റർ എന്ന് നമുക്ക് പെരിമീറ്റർ കിട്ടി. സെറ്റ് അല്ലേ? നല്ലൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആയിരുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ മുകളറ്റത്ത് നിന്നും 2 സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് വരയ്ക്കുന്നതാ പറഞ്ഞത്? എന്ത് വരയ്ക്കല്ല, 2 വയറ് വലിച്ചു കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ ഇവിടെ ശ്രദ്ധിച്ച്, എപ്പോഴും ഇത് ഭൂമിയിലേ നടക്കുള്ളൂ. ഭൂമിയിൽ ഒരു ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. ആ ഇലക്ട്രിക് പോസ്റ്റിന്റെ അറ്റത്ത് നിന്നും 2 സൈഡിലേക്ക് നമ്മൾ എന്ത് വലിച്ചു കെട്ടി? വയറ് വലിച്ചു കെട്ടി. നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വലിച്ചു കെട്ടി, വളഞ്ഞിട്ടല്ല, സ്ട്രെയിറ്റ് ആയിട്ട് വലിച്ചു കെട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ആംഗിൾ, ഒരു സൈഡിലുള്ള ആംഗിൾ 50 ഡിഗ്രിയാണ്
ആണെന്ന് പറയുന്നു, മറ്റേ സൈഡിലുള്ള ആംഗിൾ 45 ഡിഗ്രി ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളെ ഞാൻ ഇതിനൊന്ന് പേരിടാൻ പോവാട്ടോ. ABCD എന്ന് ഞാൻ പേരിട്ടു. ഡൗട്ട് ഉണ്ടോ? ഈ A മുതൽ C വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 30 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. 30 മീറ്റർ ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ മക്കളെ ഞാൻ A മുതൽ B വരെയുള്ള ദൂരം x എന്ന് എടുത്താൽ B മുതൽ C വരെയുള്ള ദൂരം എത്രയായിരിക്കടാ? ദാറ്റ് ഈസ് 30 മൈനസ് എക്സ്. അത് 30 മൈനസ് എക്സ് ആയിരിക്കും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾ ഇവിടെ ശ്രദ്ധിച്ചേ, ഞാൻ ട്രയാങ്കിൾ ABC എടുക്കുന്നു, ട്രയാങ്കിൾ ABC എടുക്കുന്നു. ഈ ട്രയാങ്കിൾ ABCയിൽ ഒരു ആംഗിൾ ഉണ്ട്. ആംഗിൾ എന്ന് പറയുന്നത് ആരാണ്? ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആ 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് അല്ലെങ്കിൽ എതിർവശം എന്ന് പറയുന്നത് BD ആണ്. എതിർവശം എന്ന് പറഞ്ഞാൽ ആരാണ്? BD ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അവിടുത്തെ അഡ്ജസൻറ്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശം ആരാണ്? അഡ്ജസൻറ്റ് സൈഡ് അല്ലെങ്കിൽ സമീപവശം എന്ന് പറയുന്നത് ആരാണ്? അത് X ആണ്. അങ്ങനെയാണെങ്കിൽ എതിർവശവും സമീപവശവും തമ്മിൽ യോജിപ്പിക്കുന്ന ഇക്വേഷൻ ഏതാണ്? ഓപ്പോസിറ്റും അഡ്ജസൻറ്റും തമ്മിൽ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതാണ്? tan x ആണ്. അല്ലെങ്കിൽ tan 50 ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതി വെക്കാം ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ദാറ്റ് ഈസ് tan 50 ഈസ് ഈക്വൽ ടു പറഞ്ഞ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ BD ആണ്, ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറയുന്നു. ആ ഡിവൈഡഡ് ബൈ എക്സിന് ഞാൻ അങ്ങോട്ട് നാട് കടത്തുമ്പോൾ എന്ത് സംഭവിക്കടാ? ഡിവൈഡഡ് ബൈ എക്സിന് ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് എനിക്ക് എഴുതി വെക്കാം എക്സ് ഇൻറ്റു tan 50 ഈസ് ഈക്വൽ ടു BD എന്ന് എഴുതി വെക്കാം. ഇക്വേഷൻ നമ്പർ 1 ആക്കി ഞാൻ അത് അവിടെ നിർത്തി. സെറ്റ് അല്ലേ? രണ്ടാമത്തെ ട്രയാങ്കിൾ ആയിട്ടുള്ള BCD ഒന്ന് എടുത്ത്, ട്രയാങ്കിൾ BCD നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ കാണാം, ട്രയാങ്കിൾ BCDയിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേകത കാണാൻ പറ്റും. അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 45:90 ആണ്. അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 1:1√2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയേ, ഒരു 45ൻ്റെ ഓപ്പോസിറ്റ് 30 മൈനസ് എക്സ് ആണുള്ളതെങ്കിൽ മറ്റേ 45ൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ BD ആണുള്ളത്, മറ്റേതിൻ്റെത് CD ആണ്. CD നമുക്ക് ആവശ്യമില്ല. എനിവേ ഇവിടെ BDയുടെ ലെങ്ത് എന്തായിരിക്കും? ഇറ്റ് ഈസ് സിമ്പിൾ ദാറ്റ് ഇത് 30 മൈനസ് എക്സ് ആയിരിക്കും. കാരണം അതിന്റെ റേഷ്യോ 1:1√2 ആണ്. അപ്പൊ ഇക്വേഷൻ നമ്പർ 2, നിങ്ങൾ ഇക്വേഷൻ നമ്പർ 1 നോക്കുമ്പോഴും 2 നോക്കുമ്പോഴും നിങ്ങൾക്ക് ഒരു പ്രത്യേകത കാണാം. രണ്ട് സൈഡിലും BD ഉണ്ട്. രണ്ടിലും ഒരു സൈഡ് എന്താണ്? BD ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1നെ എനിക്ക് ഇക്വേഷൻ നമ്പർ 2നോട് ഈക്വൽ ആണെന്ന് എഴുതി വെക്കാം. ഞാൻ അത് എഴുതി വെക്കാൻ പോവുകയാണ്. ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 2 എന്താണ്? ഈക്വൽ ആണ്. ഇക്വേഷൻ നമ്പർ 1ൽ എന്താ പറയുന്നത്? അത് x ഇൻറ്റു tan 50 എന്നാ പറയുന്നത്. x ഇൻറ്റു tan 50 എന്ന് പറഞ്ഞാൽ അത് BDക്ക് ഈക്വൽ ആണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇക്വേഷൻ എന്താ? അത് 30 മൈനസ് എക്സിന് ഈക്വൽ ആണെന്നാ പറയുന്നത്. സോ ഞാൻ അവിടെ 30 മൈനസ് എക്സ് എന്ന് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ആ ഇൻറ്റു എക്സ്, tan 50യുടെ അടുത്തുള്ള ഇൻറ്റു എക്സിന് നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്നു. സോ എന്ത് സംഭവിക്കും? tan 50 ഈസ് ഈക്വൽ ടു 30 മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് കിട്ടി. ആരാടാ tan 50? tan 50 എന്ന് പറഞ്ഞാൽ 1.19 ആണ്. 1.19 ഈസ് ഈക്വൽ ടു 30 ബൈ എക്സിൽ മാറ്റമൊന്നുമില്ല. ബട്ട് എക്സ് ബൈ എക്സ് എന്നാക്കി നമുക്ക് മറ്റേതിനെ എഴുതാം. എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ 1.19 ഈസ് ഈക്വൽ ടു 30 ബൈ എക്സ് മൈനസ് 1 എന്ന് കിട്ടും. ആ -1നെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കടാ? ഇറ്റ് ഈസ് സിമ്പിൾ ദാറ്റ് 1.19 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 30 ബൈ എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.19 ഈസ് ഈക്വൽ ടു 30 ബൈ എക്സ് എന്ന് കിട്ടും. ആ എക്സിന് അപ്പുറത്തേക്ക് കൊണ്ടുപോവുകയും 2.19 ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്താൽ എന്ത് സംഭവിക്കടാ? എക്സ് ഈസ് ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ 2.19 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് അറിയാം മക്കളെ? എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇറ്റ് ഈസ് 13.6 മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. നമ്മളോട് എക്സ് കണ്ടുപിടിക്കാൻ അല്ല പറഞ്ഞത്, നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് പോസ്റ്റിന്റെ ഹൈറ്റ് ആയിട്ടുള്ള BD കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഇവിടെ നോക്കടാ, ഇവിടെ BD എന്ന് പറഞ്ഞ് നമ്മൾ എഴുതി വെച്ചത് എന്താണ്? 30 മൈനസ് എക്സ് അല്ലേ? അപ്പൊ 30നെ ഞാൻ ഇവിടെ 30 എഴുതുന്നു. 30 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാം എക്സ് എന്ന് പറഞ്ഞാൽ 13.6 ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ 13.6 ആണ്. അപ്പോൾ അത് ഞാൻ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എനിക്ക് ആൻസർ കിട്ടും 16.4 മീറ്റർ എന്ന്. അതാണ് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. സോ സബ് ക്വസ്റ്റ്യൻ B നമ്മൾ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അവസാനത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാണടാ. ഒരു ട്രയാങ്കിൾ ഉണ്ടെന്നാ പറഞ്ഞത്. ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇത് ട്രയാങ്കിൾ, യെസ് ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് 6 cm
സെന്റിമീറ്റർ ആണെന്നും മറ്റേ സൈഡ് എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണെന്നും പറയുന്നു. ഇതിനിടയിലുള്ള ആംഗിൾ 35 ഡിഗ്രി ആവുകയാണെങ്കിൽ ഈ പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ എന്താണെന്നാണ് ചോദിച്ചത്. ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണടാ? ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് വേണം? ഇറ്റ് ഈസ് സിമ്പിൾ ദാറ്റ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഹാഫ് ബി എച്ച് ആണ്. എന്ത് ബി എച്ച് ആണ്? ഹാഫ് ബി എച്ച് ആണ്. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ പറയുന്ന ട്രയാങ്കിളിന്റെ ബേസ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. കുഴപ്പമില്ല, ബേസ് എന്ന് പറഞ്ഞാൽ 6 സെന്റിമീറ്റർ ആണ്. എന്നാൽ ഹൈറ്റ് ആരാ? ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാ ഹൈറ്റ് കണ്ടുപിടിക്കുക? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇറ്റ് ഈസ് സിമ്പിൾ ദാറ്റ് ഇവിടെയുള്ളത് 90 ഡിഗ്രി ആണ്, ഇവിടെയുള്ളത് ഹൈറ്റ് ആണ്. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കി. ആ ട്രയാങ്കിളിൽ ആംഗിൾ എന്ന് പറയുന്നത് 35 ഡിഗ്രി ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എച്ച് ആണ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് 10 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് sin 35 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. sin 35 എന്ന് പറയുമ്പോൾ എത്രയാണ് വാല്യൂ? ഇറ്റ് ഈസ് 0.57 ആണ്. അല്ലെങ്കിൽ sin 35 അങ്ങനെ തന്നെ കിടക്കട്ടെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്, ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 10 ആണ്. ആ ബൈ 10 ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കും? 10 ഇൻറ്റു sin 35 എന്ന് പറയുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഹൈറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഹൈറ്റ് ഈസ് ഈക്വൽ ടു എന്താടാ? ഹൈറ്റ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു sin 35 എന്ന് പറയുന്നത് 0.57 ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 5.7 സെന്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. എന്ത് കിട്ടി? ഹൈറ്റ് കിട്ടി. ആ ഹൈറ്റ് ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 5.7 സെന്റിമീറ്റർ ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്? ഹാഫ് ഇൻറ്റു 6 ഇൻറ്റു 5.7. 6ഉം 2ഉം വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 3 വരും. സോ ദ ഏരിയ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 5.7 എന്ന് പറയും. 3 ഇൻറ്റു 5.7 എത്രയാടാ? ഇറ്റ് ഈസ് 17.1 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ചോദിച്ചിരിക്കുന്നത് ഇതേ സാധനത്തിന് തന്നെ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് ഇവിടെയുള്ള ആംഗിൾ 35 പകരം 145 എടുത്താൽ, ശ്രദ്ധിക്കണേ, 35 പകരം 145 എടുത്തു കഴിഞ്ഞാൽ എന്ത് മാറ്റുന്ന? 145 എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് ഇവിടുത്തെ ആംഗിൾ ഇത് അവിടെ ശ്രദ്ധിക്കണേ, ഏകദേശം ഇങ്ങനെ വരാം. സാറ് കാണിച്ചു തരാം. ഏകദേശം ഇങ്ങനെയാണ് വരിക. ഇവിടെയുള്ള ആംഗിൾ 145. സാർ അടുത്ത പേജിൽ വരച്ച് കാണിച്ചു തരാം, നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇതാ ഇതിൻ്റെ ആംഗിൾ ഇതാ ഇതുപോലെയായി മാറും. ഇവിടെയുള്ള ആംഗിൾ 145. സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കാൻ അറിയോ? ഇതാണ് ഹൈറ്റ് ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഈ ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 90 ഡിഗ്രി, ഇവിടുത്തെ ആംഗിൾ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ 35 ഡിഗ്രി തന്നെ വരിക. അപ്പോൾ സെയിം ഹൈറ്റാണ് വരിക. ബേസും സെയിം വരും, ഹൈറ്റും സെയിം വരും. ബേസും ഹൈറ്റും സെയിം ആയ ഏരിയ സെയിം ആയിരിക്കും. അപ്പോൾ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 180 ഈ നമ്പർ കുറച്ചാൽ, ഈ പറയുന്ന 35 കുറച്ചിട്ടുള്ള ഒരു ഇതാണ് ചോദിച്ചതെങ്കിൽ അവിടുത്തെ ഏരിയ എന്തായിരിക്കും? സബ് ക്വസ്റ്റ്യൻ ബിയിലുള്ള ഏരിയയും എത്ര തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഇതായിരുന്നു മോഡൽ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇറ്റ്സ് മീ സെലിൻ വടക്കൻ സൈനിങ് ഓഫ് ഫ്രം ആർക്കെനെക്സ്. ബൈ, സീ യു ലേറ്റർ.